പ്രിയപ്പെട്ടവരെ, വലിയ വേദനയോടുകൂടിയാണ് ഈ വോയിസ് ക്ലിപ്പ് ഇറക്കുന്നത്. ഇപ്പോൾ സമുദായത്തിൽ വലിയ പ്രതിസന്ധികൾ വരുന്നു. അതിൻ്റെ എല്ലാം കാരണക്കാർ ക്നാനായ കമ്മിറ്റിയാണ്, സമുദായ നേതൃത്വമാണ്, സമുദായ മെത്രാപ്പോലിത്തായാണ്, പ്രത്യേകിച്ച് സമുദായ സെക്രട്ടറിയാണ് എന്നുള്ള രീതിയിൽ ചിലർ ഒത്തിരി വാറോലകൾ ഇറങ്ങുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഓരോ വോയിസ് ക്ലിപ്പുകൾ കാനഡയിൽ നിന്നാണെന്ന് പറയുന്നു, ഒരു ഷമ്മാശൻ്റെ വോയിസ് ക്ലിപ്പുകൾ കിടന്നിറങ്ങുന്നു. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുവാനുള്ളത്, എനിക്ക് ഈ പറയുന്ന വിമർശകരോട് ചോദിക്കുവാനുള്ളത്, ക്നാനായ കമ്മിറ്റി എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾക്കൊന്ന് പറ. കാടയിലും പടപ്പയിലും തട്ടിയല്ല കാര്യങ്ങൾ പറയേണ്ടത്, വ്യക്തമായിട്ട് പറയണം. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയുവാൻ കാരണങ്ങളുണ്ട്. ഈ ഒരു സമുദായത്തിന്, ക്നാനായ സമുദായത്തിന് ഒരു ഭരണഘടനയുണ്ട്. ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഈ ഭരണഘടന അംഗീകരിക്കുമോ അംഗീകരിക്കുകയില്ലയോ? അതാണ് എനിക്ക് ചോദ്യം പറയാനുള്ളത്. അതിൻ്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറയുക. ക്നാനായ സമുദായ ഭരണഘടന, ക്നാനായ സമുദായത്തിലെ മെത്രാപ്പോലിത്തന്മാരും, ക്നാനായ സമുദായത്തിലെ വൈദിക ശ്രേഷ്ഠരും, ക്നാനായ സമുദായത്തിലെ ജനങ്ങളും, പരിശുദ്ധനായ അന്ത്യോക്യ പാത്രിക്കീസ് ബാബായും ഇത് അംഗീകരിക്കുമോ ഇല്ലയോ? അതിൻ്റെ ഉത്തരം പറ. പിന്നല്ലേ നമ്മൾ അടുത്ത കാര്യത്തിലോട്ട് പോകേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ക്നാനായ സമുദായ ഭരണഘടന അനുസരിച്ച് ഈ സമുദായം ഭരിക്കപ്പെടണമെന്ന് മാത്രമാണ് ക്നാനായ കമ്മിറ്റിക്കും അതിൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ എനിക്കും പറയുവാനുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കണം. എല്ലാ സംവിധാനങ്ങൾക്കും ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഭരിക്കുവാൻ പറ്റുമോ? ഇന്ത്യൻ പ്രസിഡന്റിന് ഭരിക്കുവാൻ പറ്റുമോ? കേരള മുഖ്യമന്ത്രിക്ക് ഭരിക്കുവാൻ പറ്റുമോ? കേരള ഗവർണർക്ക് ഭരിക്കുവാൻ പറ്റുമോ? ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എവിടാ? ഒരു ബയലോ ഇല്ലാതെ ഒരു സൊസൈറ്റിക്ക് പ്രവർത്തിക്കുവാൻ പറ്റുമോ? ഒരു ക്ലബിന് പ്രവർത്തിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ബയലോ അല്ലെങ്കിൽ ആ ഭരണഘടന, ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ എങ്ങനെ ഒരു സംവിധാനം മുൻപോട്ട് പോകും? ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. 2003 ഭരണഘടന അനുസരിച്ച് ക്നാനായ സമുദായം ഭരിക്കപ്പെടണമെന്ന്. ഈ ഒരൊറ്റ കാര്യത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി, അതോടെ ഈ സമുദായത്തിലെ വിഷയം തീരും. ഭരണഘടനയെ അംഗീകരിക്കുമോ അംഗീകരിക്കത്തില്ലയോ? ഇതിൻ്റെ ഉത്തരം, ആൻസർ പറ. നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ക്നാനായ സമുദായ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അതുപോലെ തന്നെ ക്നാനായ കമ്മിറ്റി, ട്രസ്റ്റി, അതുപോലെ തന്നെ വികാരി ജനറൽ, ഇപ്പോഴത്തെ പ്രസിഡന്റ്, അതുപോലെ തന്നെ വൈദിക ട്രസ്റ്റി, എല്ലാ ക്നാനായ സമുദായത്തിലെ സ്ഥാപനങ്ങളാണേലും എല്ലാ ഭക്ത സംഘടനകളും ഭരണഘടന പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ഈ സമുദായത്തിലെ ഏതെങ്കിലും മെത്രാപ്പോലീത്ത തിരഞ്ഞെടുത്തത് ഭരണഘടന പ്രകാരം അല്ലയോ? ആണെങ്കിൽ അങ്ങനെ പറ, ഞങ്ങൾ ഭരണഘടന പ്രകാരം തിരഞ്ഞെടുത്തവരല്ല. അങ്ങനെ എല്ലാവരും, ഓരോ സ്ഥാനത്തിരിക്കുന്നവരും ഭരണഘടന അനുസരിച്ചാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടായോ അതോ പ്രവർത്തിക്കാൻ സാധ്യമല്ലയോ? പരിശുദ്ധനായ അന്ത്യോക്യ പാത്രിക്കീസിനെ തിരഞ്ഞെടുത്തത് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചല്ലേ? ആഗമാന സുറിയാനി സഭയുടെ ഭരണഘടന അനുസരിച്ചല്ലയോ? അതുപോലെ തന്നെ ക്നാനായ സമുദായത്തിലെ ഏത് സ്ഥാനത്തിരിക്കുന്നവരെയും തിരഞ്ഞെടുക്കുന്നത് ഈ സമുദായത്തിൻ്റെ ഭരണഘടന അനുസരിച്ചല്ലേ? ദേവാലയങ്ങൾ ഭരിക്കപ്പെടുന്നത് ആ ഭരണഘടന അനുസരിച്ചല്ലേ? സ്ഥാപനങ്ങൾ ഭരിക്കപ്പെടുന്നത് ആ ഭരണഘടന അനുസരിച്ചല്ലേ? ഇങ്ങനെ എന്ത് ഭരിക്കപ്പെട്ടാലും അത് സമുദായ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്നതിന് ക്നാനായ സമുദായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട എന്ന് പറയുവാൻ പറ്റുമോ? ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ വിഷയം വേറൊന്നുമല്ല. ഇവിടുത്തെ വിഷയം പാത്രിക്കീസ് ബാബായുടെ 15 കൽപ്പന വന്നു. ആ 15 കൽപ്പന ക്നാനായ ഭരണഘടന അനുസരിച്ചല്ല എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. അപ്പോൾ എന്ന് വിചാരിച്ച് അന്ത്യോക്യ സിംഹാസനത്തോട് മറുതലിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ക്നാനായ ഭരണഘടന അനുസരിച്ച് ഒരു വൈദികനെ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അന്ത്യോക്യ പാത്രിക്കീസ് അവരെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തുകയുള്ളൂ. ആ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുവാൻ പറ്റൂ. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ സഹായ മെത്രാച്ചന്മാരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സമുദായ മെത്രാപ്പോലീത്തായോട് അന്ത്യോക്യ പാത്രിക്കീസ് ബാബ പറഞ്ഞത്, മിനിറ്റ്സ് ബുക്ക് കൊണ്ടുവരണം, എനിക്ക് കാണണം.
കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ പട്ടം കൊടുക്കുകയുള്ളൂ. അപ്പം അന്ത്യോക്യ പാത്രീസ് ബാബ പോലും ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഇതിനു മുമ്പ് ഇരുന്ന സക്കാപ്രഥമ പാത്രീസ് ബാബ പറഞ്ഞ് ജ്ഞാനായ സമുദായത്തിൻ്റെ മിനിറ്റ്സ് ബുക്ക് അവിടെ കൊണ്ട് കാണിച്ചു. ഇവിടെ ഇപ്പം ഞങ്ങളാരെയും കുറ്റം പറയുകയില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നു, പാത്രീസ് ബാബയാണെങ്കിലും ഓരോ സ്ഥാപനങ്ങളും പാത്രീസ് ബാബയുടെ കീഴിൽ 100,000 സഭകളുണ്ട്. സഭകളെന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് യാക്കോബായ സഭയുണ്ട്. ഇപ്പം അടുത്ത സമയത്ത് കുറേ ആൾക്കാർ കയറി. അതെല്ലാം അതിൻ്റെ എല്ലാം ഭരണഘടന അനുസരിച്ച് പോകണമെന്നേ അദ്ദേഹത്തിന് പറയാൻ പറ്റൂ. പക്ഷേ ഇവിടെ ഭരണഘടന അനുസരിച്ച് പോകുന്നില്ല എന്ന് പറഞ്ഞ് കുറേ ആളുകൾ പാത്രീസ് ബാബയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പാത്രീസ് ബാബ ഇത് മനസ്സിലായിട്ട് അല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടുത്തെ പൂർവ്വ പിതാക്കന്മാർ, പൂർവ്വ പാത്രീസന്മാർ എല്ലാവരും ഈ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് നേരത്തെയുള്ള കൽപ്പനകളും പിന്നീട് വന്ന കൽപ്പനകളും എല്ലാം. അപ്പോൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്നു. ഭരണഘടനയിൽ കേൾക്കുമ്പോൾ ചിലർക്ക് ചില അലർജിയാണ്. ഈ അലർജി ഉള്ളവരോട് ഈ പറയുന്നവർ വിചാരിക്കണം, അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയാ? അവരെല്ലാവരും ഇന്ന് മെത്രാച്ചന്മാരാകുമായിരുന്നോ? ഭരണഘടന അനുസരിച്ച് സഹായ മെത്രാപ്പോലിത്തന്മാരായിട്ടല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഞങ്ങൾ കാണുന്ന അങ്ങനെ. അവിടെ അപ്രൈ സെമിനാരിയിൽ ഇരിക്കുന്ന മിനിറ്റ്സ് ബുക്കിനകത്ത് രേഖപ്പെടുത്തി അപ്രൂവ് ചെയ്ത് ഒപ്പിട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ബാക്കി ഞങ്ങൾക്കറിയില്ല. അതനുസരിച്ച് പ്രവർത്തിയില്ലേ. ഇപ്പം 2003 ഭരണഘടനയാണ് നിലവിൽ. അത് 2013 2013 ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ആ നിയമാനുസൃതമല്ലെന്ന് കോടതി പറഞ്ഞു. ഞങ്ങളൊക്കെ ഭരണത്തിൽ വരുന്നതിന് മുമ്പുള്ള നടന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്കതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയത്തില്ല. കോടതിയിലിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിലോട്ട് ഇപ്പോൾ കടക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ സമുദായ മെത്രാപ്പോലീത്തായുടെ വിശേഷാൽ യോഗത്തിൻ്റെ അംഗീകാരമില്ലായിരുന്നു, ആവശ്യത്തിനുള്ള കോറമില്ലായിരുന്നു. അതുപോലെ തന്നെ അത് അവിടെ ആളുകൾ അതിൻ്റെ എതിർപ്പുകൾ പറഞ്ഞപ്പോൾ അത് ഐക്യകണ്ഠ്യേന പാസ്സായി എന്ന് പറയുന്നു. അതിൻ്റെ വീഡിയോ അവിടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ മിനിറ്റ്സ് ബുക്കിൽ എഴുതിയിരിക്കുന്നതല്ല ബുക്കിൽ അടിച്ചു വെച്ചിരിക്കുന്നത് പറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനകത്തോട്ട് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അത് കോടതിയിലിരിക്കുന്ന കാര്യം കോടതി തീരുമാനിക്കട്ടെ. കോടതിയിലിരിക്കുന്ന കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെങ്കിൽ ഈ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് അതല്ല, പാത്രീസ് ബാബ എന്തരുൾ ചെയ്താലും അതനുസരിച്ച് പ്രവർത്തിക്കണം. അത് നിങ്ങളുടെ മനസാക്ഷികളോട് ചോദ്യമേ. പാത്രീസ് ബാബ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഭരണഘടനയുടെ കാര്യമില്ലല്ലോ. ഈ സമുദായം പിരിച്ചുവിടണം. അന്നേരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കണം. അതിനകത്ത് ഭരണഘടന നോക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഭരണഘടന പ്രകാരം ചെയ്തവരെല്ലാം രാജിവെച്ച് പുറത്തു പോകണം. ഭരണഘടന വേണ്ട. പാത്രീസ് ബാബ പറയുന്നത് അനുസരിച്ച് തന്നെ പ്രവർത്തിച്ചാൽ മതി. നമുക്ക് ഭരണഘടന വേണ്ടാന്ന് പറയൂ. അല്ലാതെ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ കൂടി എന്നെ കുറേ വാറോലകൾ എഴുതിയും സമുദായ മെത്രാപ്പോലീത്ത തുരുത്തിക്കാട്ട് ദേവാലയത്തിൽ വന്ന് പ്രസംഗിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ മക്കളോട്, ആത്മീയ മക്കളോട് അദ്ദേഹത്തിൻ്റെ സങ്കടം ആ പിതാവ് പറയുന്നു. ഞങ്ങളൊക്കെ ദൃക്സാക്ഷികളാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരു സൈഡിൽ കൂടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ പാടുള്ളൂ. സമുദായ മെത്രാപ്പോലീത്തയെ തിരഞ്ഞെടുത്തത് ജ്ഞാനായ അസോസിയേഷനാണ്, ഭരണഘടന പ്രകാരമാണ്. ആ ഭരണഘടന പ്രകാരം അനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളെന്ന് ഒരു ജ്ഞാനായ കമ്മിറ്റി ഉൾപ്പെടെ ഒരു കൂട്ടം ആളുകൾ ജ്ഞാനായ അസോസിയേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങേ അപ്പുറത്ത് നിന്ന് പറയുന്നു അതനുസരിച്ചല്ല, പാത്രീസ് ബാബ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന്. അതാണ് അദ്ദേഹം അവിടെ സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ മധ്യത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? അപ്പം ഇതിന് വെറുതെ ഞങ്ങളുടെ മണ്ടയിലോട്ട് കയറണ്ട, ജ്ഞാനായ കമ്മിറ്റിയുടെ മണ്ടയിലോട്ട് ആരും കയറണ്ട, സമുദായ മെത്രാപ്പോലീത്തയുടെ മണ്ടയിലോട്ടും ആരും കയറണ്ട. അതിനൊക്കെ വെച്ച വെള്ളം അങ്ങ് വാങ്ങിയേരെ. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇതിനൊരു സുപ്രീം കോടതി അനുവദിച്ചു തന്ന, അംഗീകരിച്ച ഒരു ഭരണഘടന ജ്ഞാനായ സമുദായത്തിനുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് മാത്രമേ ജ്ഞാനായ സമുദായം ഭരിക്കപ്പെടുകയുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, ജ്ഞാനായ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് എന്താണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ പറയൂ. അതിൻ്റെ മറുപടി ഞങ്ങൾ പറയാം. എന്താണ് ജ്ഞാനായ കമ്മിറ്റി ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചത് പറയൂ. ചുമ്മാ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടും ജ്ഞാനായ കമ്മിറ്റിയെ ഇകഴ്ത്തി കാണിച്ചതുകൊണ്ടും കുറേ വൈദികരെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടും കുറേ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടും യാതൊരു കാര്യവുമില്ല. ജ്ഞാനായ സമുദായത്തിൻ്റെ ഭരണഘടന ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ പരമോന്നത കോടതി അംഗീകരിച്ചതാണെങ്കിൽ
അതനുസരിച്ച് മാത്രമേ ക്നാനായ സമുദായം ഭരിക്കപ്പെടുകയുള്ളൂ എന്ന് എല്ലാ സമുദായ ജനങ്ങളോടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.